കന്യാകുമാരി ജില്ലയിലെ മണ്ടേക്കാട് അമ്മൻ ടെമ്പിളാണിത്. ഇവിടുത്തെ ദേവിക്ക് കാളിഭാവമാണുള്ളത്. ഞങ്ങളിവിടെ തട്ടപൂജ ചെയ്തു. ഈ തട്ടത്തിനകത്ത് നാരങ്ങമാലയും ചുമന്ന പട്ടും ചന്ദനത്തിരിയും പ്രത്യേകതയാണ് കേട്ടോ. വളയും പൊടുന്ന പൂവും പിന്നെ മുല്ലപ്പൂവും ചുമന്ന പൂക്കളും ഒക്കെ ഉണ്ട്. ഈ തട്ടം നമ്മളവിടെ പൂജിക്കാൻ കൊടുക്കും. ഇത് ഭഗവതിക്ക് സമർപ്പിക്കുന്ന പട്ടുസാരികളാണ്. നമ്മൾ സമർപ്പിച്ചപ്പോൾ പച്ചവളയെ കൊടുത്തെങ്കിലും ശൂലത്തിൽ കിടന്ന ചുമന്ന വള തന്നെ എനിക്ക് കിട്ടിയിട്ടോ. ദേ നിറയെ കുങ്കുമമുണ്ട്, പൂക്കളുമുണ്ട്. കുപ്പിവളകൾക്കൊപ്പം തന്നെ പൂജിച്ച ചരടും നിറയെ കുങ്കുമവും ചന്ദനവും അതുപോലെ ഹാരങ്ങളും നമുക്ക് കിട്ടി. കുംഭമാസത്തിലെ മണ്ടേക്കാട് കൊടയാണ് പ്രധാന ഉത്സവം. ദേവിക്ക് പൊങ്കാല സമർപ്പണം ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. പലതരം ലഡ്ഡു ഇവിടെ പ്രസാദമായിട്ട് കിട്ടുമെങ്കിലും മണ്ടേപ്പത്തിനാണ് പ്രാധാന്യം കൂടുതലുള്ളത്. പിന്നെ ഇവിടെ ഉണ്ണിയപ്പം ഉണ്ട്. ഇതിന് 2 കാല് 2 കൈ ഒരു മണ്ടപ്പം വാങ്ങിച്ച് നമ്മളെ ശരീരം മൊത്തം ഒളിഞ്ഞ് നമ്മ കഷ്ടപ്പാടൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് എറിയണം. ഇത് കുഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് കെട്ടുന്നത്. അതോ ഇത് ഒരു കുടുംബത്തിന് വേണ്ടി. എന്താ പേര്? എന്റെ പേര് ചിത്ര. പതിനഞ്ചടിയോളം ഉയരമുള്ള ചിതൽപുറ്റിലാണ് ദേവി പ്രതിഷ്ഠ. ചിതൽപുറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഐതിഹ്യം. ഇടക്കാലത്ത് ക്ഷേത്രം കത്തി നശിച്ചിരുന്നു. ഇപ്പോൾ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിർമ്മിച്ച ക്ഷേത്രമാണിത്. വൈകുണ്ഠസ്വാമികൾ രചിച്ച അഖിലത്തിരട്ട എന്ന ഗ്രന്ഥത്തിൽ മണ്ടേക്കാട് ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട്. സ്ത്രീകൾ ഇരുമുടിക്കെട്ടുമായി പ്രവേശിക്കുന്നതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നും മണ്ടേക്കാട് ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നു. കുരുമുളകും തേങ്ങയുമാണ് ഇരുമുടിക്കെട്ടിൽ നിറയ്ക്കുന്നത്. കന്യാകുമാരി വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും കാണേണ്ട ഒരു ക്ഷേത്രം മണ്ടേക്കാട് ഭഗവതി ക്ഷേത്രം.